ഗുഡ് ഈവനിങ്. മീൽസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആണ്. 5 ടോപ്പിക്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഓൾറെഡി 4 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. ലാസ്റ്റ് ടോപ്പിക് ആണെന്ന് ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയിന്റ് ആൻഡ് പിഗ്മെന്റ്സ് ആണ്. രണ്ടും നമുക്ക് കേട്ട് പരിചയമുള്ള വേർഡ്സ് ആണ്, പെയിന്റ് ആണെങ്കിലും പിഗ്മെന്റ് ആണെങ്കിലും. അപ്പൊ എന്താണ് പെയിന്റ്, എന്താണ് പിഗ്മെന്റ്, എന്തത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പെയിന്റ് എന്താണ്, അതേപോലെ പിഗ്മെന്റ് എന്താണ്? പെയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീടുകളിലൊക്കെ വോൾസിന്റെ ടെക്സ്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ടെക്സ്ചർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെയിന്റ്. പിഗ്മെന്റ് എന്താണ്? ഈ പെയിന്റിന് ആവശ്യമുള്ള കളറ് കൊടുക്കുന്ന ആ ഒരു കോമ്പൗണ്ട് ആണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആരെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്? പിഗ്മെന്റ്സ് എന്താണെന്ന് പഠിക്കണം. കാരണം പെയിന്റിന്റെ ഒരു റോ മെറ്റീരിയൽ അല്ലെങ്കിൽ പെയിന്റിന് കളറ് നൽകുന്ന ഒരു കോമ്പൗണ്ട് ആണ് പിഗ്മെന്റ്. അപ്പൊ നമുക്ക് ആദ്യം പിഗ്മെന്റിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പെയിന്റിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ പിഗ്മെന്റ്സിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ഇൻഓർഗാനിക് സോല്യൂബിൾ സബ്സ്റ്റൻസ് ആണ് സർഫസ് കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് ആണ്. മനസ്സിലായോ? സർഫസിലൊക്കെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പെയിന്റിന്റെ സർഫസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സർഫസിൽ കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓർഗാനിക് അഥവാ ഇൻഓർഗാനിക് സോല്യൂബിൾ സബ്സ്റ്റൻസ് ആണ്. ഓർഗാനിക് സോൾവെന്റ്സിലും സോല്യൂബിൾ ആണ്, ഇൻഓർഗാനിക് സബ്സ്റ്റൻസിലും സോല്യൂബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് പിഗ്മെന്റ്സ്. ഇനി ഓൾറെഡി എംപ്ലോയിഡ് ഇൻ വിത്ത് എന്തിലും കൂടെ എംപ്ലോയിഡ് ആണ്? നമ്മുടെ ഇങ്ക്, പ്ലാസ്റ്റിക്, റബ്ബർ, സെറാമിക്, ലിനോലിയം, പേപ്പർ ഇൻഡസ്ട്രീസിലൊക്കെ കളർ നൽകുന്നതും ആരാണ്? നമ്മുടെ പിഗ്മെന്റ്സ് ആണ്. പെയിന്റിൽ മാത്രമല്ല, ഇങ്കിലാവട്ടെ പ്ലാസ്റ്റിക്, പല പല കളറിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്, റബ്ബറുകളുണ്ട്, സെറാമിക്സ് ഉണ്ട്, ലിനോലിയം ഉണ്ട്, പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ കളർ ഇമ്പാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആണ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. പെയിന്റിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബേസിക്കലി ഈ പെയിന്റ് ആൻഡ് പിഗ്മെന്റ് എന്ന് പറയുന്നത് രണ്ടും ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് ഇൻഡസ്ട്രീസിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു സെന്റൻസ് നോക്കുക. ലാർജ് നമ്പർ ഓഫ് പിഗ്മെന്റ്സ് ആർ മൈൻഡ് ഓർ മാനുഫാക്ചർഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ്സ്. ഒട്ടുമിക്ക പിഗ്മെന്റ്സും നമ്മൾ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പിഗ്മെന്റ്സ് ആണ് പെയിന്റിന് ആ ഒരു കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് പിഗ്മെന്റുകൾ ഉണ്ട്. വൈറ്റ് പിഗ്മെന്റ്സ് ഉണ്ട്, പിന്നെ കളേർഡ് ആയിട്ടുള്ള യെല്ലോ, ഗ്രീൻ, റെഡ്, ബ്ലൂ പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ വൈറ്റ് പിഗ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈറ്റ് ലെഡ്, അതായത് ലെഡ് കാർബണേറ്റും ലെഡ് ഹൈഡ്രോക്സൈഡും അതേപോലെ സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ലിത്തോപ്പോൺ യൂസ് ചെയ്തിട്ടുണ്ട്, സിങ്ക് ഡയോക്സൈഡ്സ് ഒക്കെ വൈറ്റ് പിഗ്മെന്റ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കളേർഡ് പിഗ്മെന്റ്സ് ആയിട്ട് നമ്മുടെ പ്രഷ്യൻ ബ്രോ, ലെഡ് ക്രോമേറ്റ്സ്, അയണിന്റെ ഓക്സൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് പിഗ്മെന്റ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്? ഇൻഓർഗാനിക് ഓർഗാനിക് സോല്യൂബിൾ സബ്സ്റ്റൻസ് ആണ്. കളർ ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്സ്റ്റൻസിനെ യൂസ് ചെയ്യുന്നത്. മെയിൻലി പെയിന്റിന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള പിഗ്മെന്റ്സ് സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നാച്ചുറലിന് കിട്ടുന്നതും ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് പിഗ്മെന്റ്സ് ആണ്. അപ്പൊ വൈറ്റ് പിഗ്മെന്റ്സിൽ തന്നെ ഒരു 5 പിഗ്മെന്റ്സ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ആ 5 പിഗ്മെന്റ്സിലും ഒരു ഓപ്ഷനും ഇല്ല, നമ്മൾ 5 എണ്ണം പഠിക്കണം. 5 എണ്ണം പഠിച്ചാൽ മാത്രം പോരാ, അതിന്റെ ഫോർമുലാസ്, അതിന്റെ പെർസെൻറ്റേജ്, അതിന്റെ ആപ്ലിക്കേഷൻസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്, ഈ വക കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ഫോർമാറ്റിലാണ്. ആ ഒരു ടേബിൾ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാ കൊടുത്തിട്ടുള്ളത്? വൈറ്റ് ലെഡ് ആണ്. അപ്പൊ വൈറ്റ് ലെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ലെഡിന്റെ ഒരു കോമ്പൗണ്ട് ആണെന്ന് മനസ്സിലായല്ലോ, വൈറ്റ് ലെഡ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോസിഷൻ ലെഡ് കാർബണേറ്റ് 68.9%, ലെഡ് ഹൈഡ്രോക്സൈഡ് 31.1% ആണ്. ഏതൊക്കെയാണ്? ലെഡ് കാർബണേറ്റും ലെഡ് ഹൈഡ്രോക്സൈഡും ആണ് യൂസ് ആക്കുന്നത്. അതൊന്ന് നോക്കി വെക്കുക. 2PbCO3 PbOH ട്വൈസും. എന്താ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും,
ഹൈ കവറിങ് പവർ ആണ്. കാരണം ഇത് നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണോ അവിടെ കവർ ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അതിന് നന്നായിട്ട് നല്ല വൃത്തിക്ക് അതിനെ കവർ ചെയ്യും. പിന്നെ ടോക്സിക് ആണ്. അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ വരുന്ന സമയത്ത് യെല്ലോ കളറായിട്ട് ഫീൽ ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ചില കാര്യങ്ങൾ, ചില പെയിന്റ്സ് ഒക്കെ ഈ ഒരു എക്സ്പോഷർ വെയിലിന്റെ സമയത്ത് നമുക്കൊരു യെല്ലോ ടിഞ്ച് ഉള്ള പോലെ തോന്നാറുണ്ട്. അത് ഈ ഒരു വൈറ്റ് ലെഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ ഉള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലാണ് നമ്മൾ യൂസ് ആക്കുന്നത്, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് പെയിന്റിലാണ്. അപ്പോൾ വൈറ്റ് ലെഡ് ആണ്, കോമ്പോസിഷൻ വന്നിട്ട് കാർബണേറ്റും അതേപോലെ ഹൈഡ്രോക്സൈഡും ആണ്. PbCO3 PbOH2 ആണ്. അത് PbCO3 ആണെങ്കിൽ 68.9%, ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 31.1% ആണ്. എവിടെയാണ് ആപ്ലിക്കേഷൻ ലെവൽ വന്നിട്ട് മാനുഫാക്ചർ ഓഫ് പെയിന്റിലാണ്. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ കവറിംഗ് പവർ ആണ്, ഈസിലി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ടോക്സിക് ആണ്, എക്സ്പോഷർ ടു യെല്ലോ. ഇപ്പൊ നമുക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് പിഗ്മെന്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഏത് പിഗ്മെന്റ് ആണ് സൺലൈറ്റിനോട് എക്സ്പോഷർ ആവുന്ന ടൈമിൽ ഒരു യെല്ലോ കളർ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ ആൻസർ ചെയ്തേണ്ടത്? വൈറ്റ് ലെഡ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി പിന്നെ ആ ഒരു വൈറ്റ് ലെഡ് എന്ന് പറയുന്നത് ആൽക്കലിയിലും പെയിന്റിലൊക്കെ സോല്യൂബിൾ ആണ് കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെയാണ് സബ്ലൈമഡ് വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി സൾഫേറ്റ് ആണ്. അപ്പൊ തന്നെ നമ്മൾ എന്താ ആലോചിക്കുക? ലെഡിന്റെ സൾഫേറ്റ് ആണ്. PbSO4 ആണ് 75%, ലെഡ് ഓക്സൈഡ് 20%, സിങ്ക് ഓക്സൈഡ് 5%. അങ്ങനെയാണ് ഇതിന്റെ ഒരു കോമ്പോസിഷൻ വരുന്നത്. അവിടെ ആരൊക്കെയായിരുന്നു? PbCO3 PbOH2 ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ PbSO4 PbOZnO, അതായത് ലെഡ് സൾഫേറ്റ്, ലെഡ് ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്. എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. സൾഫേറ്റ് ആകുമ്പോൾ 75% വരും, ലെഡ് ഓക്സൈഡ് 20%, സിങ്ക് ഓക്സൈഡ് വന്നിട്ട് 5% ആണ്. ഇതിന് സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടുതലാണ്, അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടുതലാണ്. പിന്നെ സ്ലോ ചോക്കിംഗ് ഔട്ട് ഓഫ് ദ ഫിലിം പ്രൊഡ്യൂസിങ് എ റഫ് സർഫസ്. ഈ ചോക്കിംഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. അതിങ്ങനെ ഒരു റഫ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഒരു സർഫസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ആ ഒരു റഫ് സർഫസിനെയാണ് ചോക്കിംഗ് ഔട്ട് എന്നുള്ള ആ ഒരു മീൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് സർഫസ് ആയിരിക്കില്ലേ, പക്ഷെ വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സർഫസ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. കുറച്ചിങ്ങനെ കട്ട പിടിച്ച് അങ്ങനെയുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതേപോലത്തെ ഒരു ടെക്സ്ചർ ആണ് നമ്മൾ സബ്ലൈമഡ് വൈറ്റ് ലെഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പെയിന്റ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ രണ്ടെണ്ണമായി നമ്മൾ വൈറ്റ് പിഗ്മെന്റ്സിൽ പഠിക്കുന്നു. ഇനി മൂന്നാമത്തെ പിഗ്മെന്റ് വൈറ്റ് പിഗ്മെന്റ് ആണ് സിങ്ക് ഓക്സൈഡ്. എന്താണ് സിങ്ക് ഓക്സൈഡ്? സിങ്ക് ഓക്സൈഡ് മാത്രമേ ഉള്ളൂ അവിടെ. ZnO ആണ് 100% ആയിട്ട് വരുന്നത്. ഇതിന്റെ വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത്, ആ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് ഭയങ്കര എക്സലന്റ് ടെക്സ്ചർ ആണ്. ഡിസ്കളറേഷൻ ഒന്നുമില്ല. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആയിട്ടാണെങ്കിലും കോണ്ടാക്ട് വരുന്ന ടൈമിലാണെങ്കിൽ കൂടെ അവിടെ ഡിസ്കളറേഷൻസ് ഒന്നുമില്ല. പിന്നെ വൈറ്റ് ലെഡുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഡ്യൂറബിൾ ആണ്. ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും വൈറ്റ് ലെഡും സിങ്ക് ഓക്സൈഡിനും കൂടെ കോമ്പിനേഷൻ എടുക്കുന്ന ടൈമിൽ. രണ്ടും ഒറ്റയ്ക്ക് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്? രണ്ടും കൂടെ കമ്പൈൻ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ടൈമിൽ നമുക്ക് അതിന്റെ ഡ്യൂറബിലിറ്റി കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സിങ്ക് ഓക്സൈഡ് നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പൊ ഏതെങ്കിലും ഒരു ക്രീമോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ സിങ്ക് ഓക്സൈഡ് ഉണ്ടോ എന്നൊന്ന് നോക്കി നോക്കുക. മെയിൻ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UV ലൈറ്റിനെ കടത്തി വിടില്ല. അതിന് ഒപ്പേക്ക് ആയിരിക്കും, അതിന് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ UV റേസ് നിന്ന് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാൻ പറ്റും? സിങ്ക് ഓക്സൈഡിനെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നേരത്തെ നമ്മൾ അവിടെ സബ്ലൈമഡ് വൈറ്റ് ലെഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ചോക്കിംഗ് ഔട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോക്കിംഗ് ഔട്ട് എവിടെ ഉണ്ടാവില്ല? ഈ സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. രണ്ടും ഇൻഡിവിജ്വലി യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. മൂന്നെണ്ണാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ലെഡ് പറഞ്ഞു, സബ്ലൈമഡ് വൈറ്റ് ലെഡ് പറഞ്ഞു, ഇപ്പൊ സിങ്ക് ഓക്സൈഡ് പറഞ്ഞു. മൂന്നിന്റെയും കോമ്പോസിഷൻസും അതിന്റെ പെർസെൻറ്റേജും ഓർത്ത് വെക്കുക, അതിന്റെ ആപ്ലിക്കേഷൻ ലെവലും ഓർത്ത് വെക്കുക, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഓർത്ത് വെക്കുക.
ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാവുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. UV ലൈറ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പിഗ്മെന്റിന്റെ പേര് എഴുതുക. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ UV ലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്ന പിഗ്മെന്റ് ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമ്മൾ എന്താണ് അതിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സും അറിഞ്ഞിരിക്കണം. ഇപ്പൊ സിങ്ക് ഓക്സൈഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്, UV ലൈറ്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അവിടെ ആൻസർ സിങ്ക് ഓക്സൈഡ് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതറിയാത്ത ഒരാൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു മാർക്കാണ് അവിടെ പോകുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനത്തെ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നെക്സ്റ്റ് വൺ ആണ് ലിത്തോപോൺ. ലിത്തോപോൺ എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡിന്റെയും അതേപോലെ തന്നെ ബേരിയം സൾഫൈഡിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ZnS 28 to 30%, ബേരിയം സൾഫൈറ്റ് 70 to 72% വരെയാണ് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. എക്സ്ട്രീംലി ഫൈൻ ആണ്, ഭയങ്കര പൊടിയായിട്ടുള്ളതാണ്. അതേപോലെ ചീപ്പ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്, എക്സ്പെൻസീവ് അല്ല, കുറച്ച് റേറ്റ് കുറവുള്ള ചീപ്പ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. ഹൈഡിങ് പവർ കൂടുതലാണ്, പക്ഷെ വൈറ്റ് ലെഡിന്റെ അത്രയും ഡ്യൂറബിലിറ്റി ഇല്ല. നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് കോൾഡ് വാട്ടർ പെയിന്റ്സിലാണ്. അതേപോലെ ട്രാഫിക് പെയിന്റ്സിലും ഫ്ലോർ പെയിന്റ്സിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലിത്തോപോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലിത്തോപോണിന്റെ കോമ്പോസിഷൻ ആരൊക്കെയാണ്, സിങ്ക് സൾഫൈഡും അതേപോലെ തന്നെ ബേരിയം സൾഫേറ്റും. അത് സിങ്ക് സൾഫൈഡ് വന്നിട്ട് എത്ര പെർസെന്റേജ് വരെയാണ്, 28 to 30% വരെയാണ്. നമ്മുടെ BaSO4 വന്നിട്ടാണെങ്കിൽ 70 to 72% വരെയാണ്. ഇപ്പൊ സിങ്ക് ഓക്സൈഡിനെക്കാട്ടിലും വൈറ്റ് ലെഡിനെക്കാട്ടിലും ഡ്യൂറബിലിറ്റി കുറവാണ്, ചീപ്പാണ്. പക്ഷെ ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവുള്ള ഒരു വൈറ്റ് പിഗ്മെന്റ് ആണ് ആര്, ലിത്തോപോൺ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെന്റ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവല് ഓയിൽ ക്ലോത്ത് ഇൻഡസ്ട്രിയിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇത്രയും നേരം പഠിച്ചത് പെയിന്റിന്റെ കേസിലൊക്കെ ആയിരുന്നു. ഇപ്പൊ പെയിന്റിന്റെ കേസ് അല്ല വന്നിട്ടുള്ളത്. കോൾഡ് വാട്ടർ പെയിന്റ്സിലും യൂസ് ആക്കുന്നുണ്ട്, ഫ്ലോർ പെയിന്റ്സിലും യൂസ് ആക്കുന്നുണ്ട്. അതേപോലെ ഓയിൽ ക്ലോത്ത് ഇൻഡസ്ട്രീസിലൊക്കെ ആരെയാണ് യൂസ് ആക്കുന്നത്, ലിത്തോപോണിനെയാണ് യൂസ് ചെയ്യുന്നത്. ലിത്തോപോൺ ആസ് എ വൈറ്റ് പിഗ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവൽസ് ഒക്കെയാണ് ഉള്ളത്. ഇതിന്റെ ആകെ ഒരു നെഗറ്റീവ് സൈഡ് വന്നിട്ട് ഡ്യൂറബിലിറ്റി വളരെ കുറവാണ് വെൻ കമ്പയർ ടു വൈറ്റ് ലെഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. പക്ഷെ ബാക്കിയുള്ളതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നതാണ്. നമുക്ക് എപ്പോഴും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു സൈഡ് നോക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജും കൂടി ഉണ്ടാവും. മെയിൻലി ഈ ഡ്യൂറബിലിറ്റി, അതിന്റെ ആ ഒരു കവറിങ് പവർ. ഇവിടെ കവറിങ് പവർ ഒക്കെ കൂടുതലായിട്ടുണ്ട്, പക്ഷെ അവിടെ കുറവുള്ളത് അതിന്റെ ഡ്യൂറബിലിറ്റി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ഇതും നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സിലാവട്ടെ, എന്ത് നമ്മൾ യൂസ് ആക്കുന്ന ക്രീമിലൊക്കെ കാണുന്നതാണ്. ഈവൻ ടാൽക്കം പൗഡറിലടക്കം ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TiFeO3യും അതേപോലെ തന്നെ TiO2 ആണ് ഉള്ളത്. ഇലിമിനൈറ്റും റൂട്ടൈലും ആണ് ഇവിടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിന്റെ പ്രത്യേകത എന്താണ്, ഹൈ ഒപ്പാസിറ്റി ആണ്, ഹൈഡിങ് പവർ കൂടുതലാണ്, ഓയിൽ അബ്സോർപ്ഷൻ കൂടുതലാണ്. അതിനാണ് നമ്മൾ പൗഡറിൽ എന്ത് യൂസ് ആക്കുന്നത്, ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പൗഡർ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ, നമ്മുടെ ഫേസിലുള്ള സെബം ഗ്ലാൻസ് നമ്മുടെ ഫേസിലെ ഓയിൽ പ്രൊഡക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ആക്കുന്നത്, പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഓയിൽ അബ്സോർബിങ് കപ്പാസിറ്റിയും കൂടെ കൂടുതലാണ്. പിന്നെ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്, ടൈറ്റാനിയം ഡയോക്സൈഡ് ആയിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പിഗ്മെന്റ് ആണ്. അപ്പൊ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്, ഇലിമിനൈറ്റിന്റെയും റൂട്ടൈലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഹൈ ഒപ്പാസിറ്റി ആണ്, ഹൈഡിങ് പവർ കൂടുതലാണ്, അതേപോലെ തന്നെ ഓയിൽ അബ്സോർബിങ് കപ്പാസിറ്റിയും കൂടെ കൂടുതലാണ്. ഇത്രയും നേരം നമ്മൾ പറയാതിരുന്ന ഒരു കാര്യമാണ് ഈ ഓയിൽ അബ്സോർബിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഓയിൽ അബ്സോർബിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്, ടൈറ്റാനിയം ഡയോക്സൈഡിനാണ്. ഇനി സ്പ്രെഡിങ് പവർ എന്താണ്, ഓൾമോസ്റ്റ് ഡബിൾ ദാൻ വൈറ്റ് ലെഡ്. അതായത് നമ്മളത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ
നല്ല സ്മൂത്ത് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്ന ആ ഒരു കപ്പാസിറ്റി ആർക്കാണ് കൂടുതലായിട്ടുള്ളത്? നമ്മുടെ ടൈറ്റാനിയം ഡയോക്സൈഡിനാണ് കൂടുതലായിട്ട് ഉള്ളത്. നോ ടെൻഡൻസി ഓഫ് ചോക്കിംഗ്. ആ ചോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സേ അവിടെ നടക്കുന്നില്ല. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ പെയിന്റിലും പേപ്പർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ്. അപ്പൊ നമ്മള് 5 വൈറ്റ് പിഗ്മെന്റ്സ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. വൈറ്റ് ലെഡ് പറഞ്ഞു. അതിൽ കൂടെ തന്നെ ഉള്ളതാണ് സബ്ലൈംഡ് വൈറ്റ് ലെഡ്. ഇനി അടുത്തത് സിങ്ക് ഓക്സൈഡ്, പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ്. അതല്ലാതെ ഇപ്പൊ നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചു. അത് ഏതായിരുന്നു? ഒന്ന് പറഞ്ഞേ. അതന്നെയാണ്. എന്താണ്? ലിത്തോപോൺ. അങ്ങനെ 5 പിഗ്മെന്റ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ 5ന്റെയും കോമ്പിനേഷൻസും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ടേബിൾ ചെയ്തിട്ട് ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണോ ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇവിടുന്ന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 എണ്ണമായിട്ട് ചോദിക്കാം. ഒന്ന് UV പ്രൊട്ടക്ഷൻ തരുന്നത് ഏതാന്ന് ചോദിക്കാം. പിന്നെ അതേപോലെ സൺലൈറ്റ് ആയിട്ട് എക്സ്പോഷർ വരുമ്പോൾ അവിടെ യെല്ലോ ടിന്റ് ഫോം ചെയ്യുന്ന ഒരു വൈറ്റ് പിഗ്മെന്റ് ഏതാന്ന് ചോദിക്കാം. പിന്നെ ഓയിൽ അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലുള്ള വൈറ്റ് പിഗ്മെന്റ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഈ ഒരു 3 രീതിയിലാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉള്ളത്. അപ്പൊ നമ്മുടെ വൈറ്റ് പിഗ്മെന്റ്സിന്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത് നമുക്കുള്ളത് ബ്ലൂ പിഗ്മെന്റ്സ് ആണ്. അപ്പൊ എന്താണ് ബ്ലൂ പിഗ്മെന്റ്സ് എന്ന് നമുക്ക് നോക്കാം. വൈഡ്ലി യൂസ് ചെയ്യുന്ന എന്തായിരിക്കും ബ്ലൂ പിഗ്മെന്റ്? ബ്ലൂ കളർ നൽകുന്ന ഒരു പിഗ്മെന്റ് ആണ് ബ്ലൂ പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂ പിഗ്മെന്റ് ആണ് അൾട്രാമറൈൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിന്റെ തന്നെ 3 വെറൈറ്റീസ് ഉണ്ട്. അൾട്രാമറൈൻ ബ്ലൂ ഉണ്ട്, അൾട്രാമറൈൻ വൈറ്റ് ഉണ്ട്, അൾട്രാമറൈൻ ഗ്രീൻ ഉണ്ട്. ഈ 3 പിഗ്മെന്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പൊ ഈ 3 പിഗ്മെന്റ്സിന്റെയും കെമിക്കൽ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അൾട്രാമറൈൻ ബ്ലൂവില് വൈറ്റ് നോക്കാം. വൈറ്റ് എന്താണ്? അവിടെ മിസ് കൊടുത്തിട്ടുണ്ട് Na5Al3Si3SO12. ഇവിടെ എല്ലാത്തിന്റെയും നോട്ട് ചെയ്ത് വെക്കണം. Na5 ആണ്. ഒരെണ്ണം പഠിക്കുക. എന്നിട്ട് ഏത് മോളിക്യൂൾസ് ആണ് അവിടെ കുറവുള്ളത്, ഏത് ആറ്റം ആണ് അവിടെ കുറവുള്ളത്, എത്രയാണ് ഓരോ ആറ്റത്തിന്റെയും നമ്പർ എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് 3 എണ്ണം പഠിക്കാൻ സുഖമായിരിക്കും. ഏതെങ്കിലും ഒന്ന് പഠിച്ചിട്ട് ബാക്കിയുള്ളത് എന്താണ് അതിന് വ്യത്യാസം വരണേന്ന് മാത്രം ഒന്ന് നോക്കി വെക്കുക. Na5Al3Si3SO12 ആണ്. സിലിക്കേറ്റ് സ്കെലിറ്റൻ ഹാവ് എ പൊട്ടൻഷ്യൽ ഇൻഫ്ലുവൻസ് ഓൺ ദ കളർ. അതും കൂടെ ഓർത്ത് വെക്കുക. പിന്നെ ഇനി രണ്ടാമത്തെ അൾട്രാമറൈൻ ബ്ലൂ ഗ്രീന്. ഗ്രീനിൽ എന്താ അവിടെ വ്യത്യാസം വന്നിട്ടുള്ളത്? ഒരു സൾഫറിന് പകരം അവിടെ എത്ര സൾഫർ വന്നു? 2 സൾഫർ വന്നു. അപ്പൊ ഒരു സിലിക്കൺ ആറ്റം കുറവായി. Na5Al3Si2S2O12 ആണ്. ഇനി അൾട്രാമറൈൻ ബ്ലൂ എന്താണെന്ന് നോക്കാം. Na5Al3Si2S3O12. ഇത് 3 എണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോക്കി വെക്കുക. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇതിന് കളർ നൽകുന്നത്, ആ ഒരു ബ്ലൂ ഷെയ്ഡ് നൽകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസൾഫൈഡ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഒരു സൾഫറിനെക്കാളും കൂടുതൽ സൾഫർ ഉള്ളത് കൊണ്ടാണ്, ആ സൾഫർ ആറ്റത്തിന്റെ പ്രസൻസ് കാരണമാണ് അവിടെ ആ ഒരു കളറ് കിട്ടുന്നത്. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ യെല്ലോയിഷ് ടോൺ ഇൻ കോട്ടൺ ആൻഡ് ലിനൻ ഫാബ്രിക്സ്. ഇത് ബ്ലൂ കളർ ആണെങ്കിൽ കൂടെ ആ ഒരു ബ്ലൂ കളറിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത്, ഒരു യെല്ലോയിഷ് ടോൺ കൊണ്ടുവന്ന് ന്യൂട്രലൈസ് ചെയ്യുന്നത് ഈ ഒരു അൾട്രാമറൈൻ ബ്ലൂ ആണ്. നമ്മൾ കോട്ടൺ ഫാബ്രിക്സിലും ലിനൻ ഫാബ്രിക്സിലും ഒക്കെ യൂസ് ആക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആ ഫോർമുലയാണ്. ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് കൊബാൾട്ട് ബ്ലൂ. കൊബാൾട്ട് ബ്ലൂ എന്താണ്? CO3O4 30 to 35%, Al2O3 65 to 70% ആണ് കോമ്പോസിഷൻ വന്നിട്ട്. കൊബാൾട്ട് ബ്ലൂ ആണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് കോമൺ ആയിട്ടുള്ള പെയിന്റിലൊന്നും ആരെ യൂസ് ആക്കുന്നില്ല? ഈ കൊബാൾട്ട് ബ്ലൂവിനെ യൂസ് ആക്കുന്നില്ല. അതിന് പകരം നമ്മൾ ബ്ലൂ പിഗ്മെന്റ്സ് വേറെയാണ് എടുക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് പർട്ടിക്കുലർ പെയിന്റ്സിൽ മാത്രമാണ് നമ്മൾ ആരെടുക്കുന്നത്? ഈ ഒരു കൊബാൾട്ട് ബ്ലൂവിനെ എടുക്കുന്നത്. നോർമലി കിട്ടുന്ന പെയിന്റുകളിലൊന്നും
ആ ഒരു ബ്ലൂ കളർ നൽകുന്നത് ആരല്ല? കൊബാൾട്ട് ബ്ലൂ അല്ല. ബ്ലൂ പെയിന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ആക്കുന്നത്. ഓർഡിനറി പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നേ ഇല്ല കേട്ടോ. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. കൊബാൾട്ട് ബ്ലൂവിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓർഡിനറി പേർപ്പസിനുള്ള പെയിന്റിൽ നമ്മൾ ആരെ യൂസ് ആക്കുന്നില്ല? കൊബാൾട്ട് ബ്ലൂവിനെ യൂസ് ആക്കുന്നേ ഇല്ല. പിന്നെ കോമ്പോസിഷനും കൂടെ പഠിക്കുക. ഇങ്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ പേപ്പേഴ്സും കാർബൺ റിബൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ആക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് റെഡ് പിഗ്മെന്റ്സ് ആണ്. അതിന് മുന്നൊന്ന് ഓർത്തു നോക്കിയേ, നമ്മൾ എന്തൊക്കെയാണ് ബ്ലൂ പിഗ്മെന്റ്സിൽ പറഞ്ഞത്? രണ്ടെണ്ണേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് അൾട്രാമറൈൻ മറൈൻ ബ്ലൂവും രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? കൊബാൾട്ട് ബ്ലൂവും. ഓർമ്മയുണ്ടല്ലോ? അൾട്രാമറൈൻ ബ്ലൂവും കൊബാൾട്ട് ബ്ലൂ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എല്ലാവരും ഒന്ന് ബുക്കും പെന്നും എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കിക്കേ. നമ്മുടെ ഈ അൾട്രാമറൈൻ ബ്ലൂവിന്റെ ആ 3 ഫോർമുലാസ് ഒന്ന് എഴുതി നോക്കിക്കേ. എഴുതിയിട്ട് കിട്ടുന്നുണ്ടോ? എഴുതിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. നോക്കാതെ തന്നെ നിങ്ങൾ എഴുതി നോക്കുക. അപ്പോ നമുക്ക് ചിലപ്പോൾ തെറ്റ് വരാം. പക്ഷെ എന്നാലും ആ ഒരു ഫോർമുലാസ് 3 നന്നായിട്ട് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ബ്ലൂ പിഗ്മെന്റ്സും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് റെഡ് പിഗ്മെന്റ്സ് ആണ്. എന്താ റെഡ് പിഗ്മെന്റ്? റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ്സ് ആണ് റെഡ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. മെയിൻലി ഈ റെഡ് പിഗ്മെന്റ്സ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? ഈ പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഗേറ്റിലൊക്കെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ റെഡ് പിഗ്മെന്റ്സ് ആണ്. കാരണം കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ഈ റെഡ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മെയിൻലി അയണിലാവട്ടെ സ്റ്റീലിലാവട്ടെ ഈ തുരുമ്പ് വരുമല്ലോ, റസ്റ്റിംഗ് സംഭവിക്കുമല്ലോ. ആ റസ്റ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് റെഡ് പിഗ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഡ് പിഗ്മെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്. റെഡ് ലെഡിന്റെ കോമ്പോസിഷൻ ആണ് Pb3O4 പ്ലസ് PbO. അത് പഠിക്കണം. ബ്രൈറ്റ് റെഡ് പൗഡർ ആണ്. പിന്നെ പ്രൈമറി കോട്ടിന് വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്. എന്താണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്? Pb3O4 പ്ലസ് PbO. റെഡ് ലെഡ് എന്ന് പറയുന്നത് എന്താണ്? Pb3O4 പ്ലസ് PbO ആണ്. എക്സലന്റ് കവറിംഗ് പവർ ആണ്. പിന്നെ നമ്മള് ഈ സ്റ്റീലിലൊക്കെ യൂസ് ആക്കാറുണ്ട്. പിന്നെ റെഡ് ബാംഗിൾസ്, ഈ കുപ്പിവളകളില്ലേ, ആ കുപ്പിവളകളിലൊക്കെ റെഡ് കളർ നൽകുന്നത് ഏതാണ്? നമ്മുടെ റെഡ് ലെഡ് ആണ്. അതായത് Pb3O4 പ്ലസ് PbO ആണ് അതിന്റെ കോമ്പോസിഷൻ വന്നിട്ട്. ഇനി നമ്മൾ സിന്തറ്റിക് അയൺ ഉണ്ട്, Fe3O4 സിന്തറ്റിക് അയൺ. ഈ സിന്തറ്റിക് അയൺ ആണ് നമ്മുടെ റെഡ് ലെഡ് ആണ് കേട്ടോ. എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് അവിടെ ഒരു പോയിന്റ് ആണ്, ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഏത് പിഗ്മെന്റ് ആണ് നമ്മൾ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? റെഡ് പിഗ്മെന്റ് എന്നാണ് ഓപ്ഷനിലുള്ളെങ്കിൽ റെഡ് പിഗ്മെന്റ് കൊടുക്കുക. സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് ആൻസർ വരേണ്ടത്? റെഡ് ലെഡ് ആണ് ആൻസർ വരേണ്ടത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് പിഗ്മെന്റ് ആണ് നമ്മൾ കൊറോഷൻ പ്രിവെൻഷന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത് എന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കുക. വൈറ്റ്, റെഡ്, ഗ്രീൻ അങ്ങനത്തെ പിഗ്മെന്റ്സുകളാണെങ്കിൽ തന്നിരിക്കുന്നത് റെഡ് പിഗ്മെന്റ് എന്ന ഓപ്ഷൻ എഴുതുക. അതല്ല സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത്? റെഡ് ലെഡ് എന്നാണ് എഴുതേണ്ടത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സിന്തറ്റിക് അയൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡാർക്ക് കളർ നൽകുന്നുണ്ട്, ഹൈ കവറിംഗ് പവർ ആണ്, ടിൻഡിങ് സ്ട്രെങ്ത്തും കൂടുതലാണ്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഇനാമൽ പെയിന്റ്സിലും ഫ്ലോർ പെയിന്റ്സിലും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് പെയിന്റിലൊക്കെ നമ്മൾ സിന്തറ്റിക് അയൺ യൂസ് ആക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ്, രണ്ടെണ്ണാണ് ഇതിലും പഠിക്കാനുള്ളത്. റെഡ് പിഗ്മെന്റ്സിൽ ഒന്ന് റെഡ് ലെഡും അതേപോലെ തന്നെ സിന്തറ്റിക് അയണും. അപ്പൊ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മള് ഫസ്റ്റ് വൈറ്റ് പിഗ്മെന്റിൽ 5 പഠിച്ചു, പിന്നെ ബ്ലൂ പിഗ്മെന്റിൽ 2 പഠിച്ചു, അതിനുശേഷം റെഡ് പിഗ്മെന്റിലും 2 പഠിച്ചു. അപ്പൊ മൊത്തം എത്ര പഠിച്ചു? 9 പിഗ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ആ 9 നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി അതിന്റെ കൂടെ വരുന്നതാണ് ഗ്രീൻ പിഗ്മെന്റ്സ്. ഗ്രീൻ പിഗ്മെന്റ്സിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ടൈപ്പ് ആണ്. ഒന്ന് ക്രോം ഗ്രീനും
അടുത്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ക്രോം ഗ്രീൻ. Cr2O3 ആണ് ക്രോം ഗ്രീനിൽ വന്നിട്ട് ഹൈ പവർ ഓഫ് ഓയിൽ അബ്സോർപ്ഷൻ. അപ്പൊ ആലോചിക്കാം, നമ്മൾ നേരത്തെ ഒരു ഓയിൽ അബ്സോർപ്ഷന്റെ കേസ് പറഞ്ഞത് എവിടെയാണ്? പറഞ്ഞേ, ഒന്ന് ആലോചിച്ചിട്ട് വേഗം പറഞ്ഞേ. നമ്മൾ എവിടെയാണ് നേരത്തെ ഓയിൽ അബ്സോർപ്ഷന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, കറക്റ്റ് ആണ്. എവിടെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ കേസിലാണ് ഓയിൽ അബ്സോർപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഓർമ്മ വന്നില്ലേ? എങ്ങനെയാ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഓയിൽ അബ്സോർപ്ഷന്റെ അവിടെ ആരെയും കൂടെ ചേർക്കുക? നമ്മുടെ ക്രോം ഗ്രീനിനെയും കൂടെ ചേർക്കുക. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രില്യൻസി ആ ഒരു ബ്രൈറ്റ്നെസ്സും കുറവാണ്, ഒപ്പാസിറ്റി കുറവാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിന്റ് ഇൻഡസ്ട്രിയിൽ തന്നെയാണ് ക്രോം ഗ്രീനിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ട്. ഇനി അടുത്തതാണ് ക്രോമിയം ഓക്സൈഡ് അഥവാ ഗ്വിങ്കറ്റ്സ് ഗ്രീൻ എന്ന് പറയുന്നത്. എന്താണ്? ഗ്വിങ്കറ്റ്സ് ഗ്രീൻ. അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ചിലപ്പോൾ ഗ്വിങ്കറ്റ്സ് ഗ്രീനിന്റെ കെമിക്കൽ നെയിം എന്താന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്താന്ന് ചോദിക്കാം. അതും അല്ലെങ്കിൽ ക്രോമിയം ഓക്സൈഡിന് പറയുന്ന മറ്റൊരു പേര് ചോദിക്കാം. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Cr2OOH 4 ടൈംസ് ആണ് ഫോർമുല വന്നിട്ട്. ഹൈ കവറിംഗ് പവർ ആണ്. ഇവിടെയും ഹൈ കൊറോഷൻ ഇൻഹിബിഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു. കൊറോഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന രണ്ടെണ്ണം ആരൊക്കെയാണോ? ഒന്ന് റെഡ് ലെഡും അതേപോലെ ക്രോമിയം ഓക്സൈഡും ആണ്. ഇപ്പൊ 2 പോയിന്റ് ആയില്ലേ? അതേപോലെ ക്രോം ഗ്രീനിൽ എന്തായിരുന്നു നമ്മൾ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചത്? ഓയിൽ അബ്സോർബിങ് കപ്പാസിറ്റി ആണ് പഠിച്ചത്. ഇവിടെ ക്രോമിയം ഓക്സൈഡിൽ വന്നപ്പോ എന്താ പഠിച്ചത്? കൊറോഷൻ ഇൻഹിബിഷൻ കപ്പാസിറ്റി. വേറെ നമ്മൾ എവിടെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊറോഷൻ ഇൻഹിബിഷൻ? റെഡ് ലെഡിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പെയിന്റിലും മെറ്റൽ സർഫസിൽ യൂസ് ചെയ്യുന്ന പെയിന്റിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ക്രോമിയം ഓക്സൈഡ് യൂസ് ചെയ്യുന്നത്. നോൺ ഫെയ്ഡിങ് ഗ്രീൻ ആണ് കേട്ടോ ഇത്. വാഷ് ചെയ്താൽ കൂടെ ആ ഒരു ഫെയ്ഡിങ് ഉണ്ടാവില്ല, ആ ഒരു ബ്രൈറ്റ്നെസ് എപ്പോഴും നിലനിൽക്കും. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഇപ്പൊ 2 കൂടെ ആയി. 9+2 11 പിഗ്മെന്റ്സ് ആയി നമ്മളിപ്പോ പഠിച്ചത്. ഇനി അതിന്റെ കൂടെ യെല്ലോ പിഗ്മെന്റ്സും കൂടെ ഉണ്ട്. ഒക്രെ ഫസ്റ്റ് പിഗ്മെന്റ് ആണ്. നാച്ചുറലി ഒക്കറിങ് യെല്ലോ Fe2O3 ആണ് ഒക്രെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫാസ്റ്റ് ടു ലൈറ്റ് ആൻഡ് ഇനർ ടു കെമിക്കൽ ആക്ഷൻ. അതായത് ലൈറ്റിന്റെ ആക്ഷൻ വരുന്ന സമയത്ത് അത് ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യും. കെമിക്കൽ ആക്ഷൻ വരുമ്പോൾ അത് ഇനേർട്ട് ആണ്. പെയിന്റ് ഇൻഡസ്ട്രീസിലാണ് കൂടുതലും യൂസ് ആക്കുന്നത്. കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ക്രോം യെല്ലോ ആണ് രണ്ടാമത്തെ. ഒപ്പാസിറ്റി കൂടുതലാണ്, ബ്രില്യൻസ് കൂടുതലാണ്, ഹൈഡിങ് പവർ കൂടുതലാണ്, ടിൻറ്റിങ് സ്ട്രെങ്ത്തും കൂടുതലാണ്. യെല്ലോ പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ആക്കുന്നത്. പ്രത്യേകിച്ച് ഫോർമുല കാര്യങ്ങളൊന്നുമില്ല. യെല്ലോ പിഗ്മെന്റ്സ് ആണ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. രണ്ടും പെയിന്റ് ഇൻഡസ്ട്രിയിലാണ്. പ്രത്യേകിച്ച് ആക്ഷൻസോ അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മൾ പിഗ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എത്ര പിഗ്മെന്റ്സ് പഠിച്ചു? വൈറ്റ് പിഗ്മെന്റിൽ 5 പഠിച്ചു, ബ്ലൂ പിഗ്മെന്റിൽ 2 പഠിച്ചു, റെഡ് പിഗ്മെന്റിൽ 2 പഠിച്ചു, ഗ്രീൻ പിഗ്മെന്റിൽ 2 പഠിച്ചു, യെല്ലോ പിഗ്മെന്റിൽ 2 പഠിച്ചു. അപ്പൊ മൊത്തം 13 പിഗ്മെന്റുകളാണ് നമ്മൾ പഠിച്ചത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ റെഡ് ലെഡിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കൊറോഷൻ ഇൻഹിബിഷൻ കപ്പാസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു. അതേപോലെ കൊറോഷൻ ഇൻഹിബിഷൻ കപ്പാസിറ്റി കൂടുതലുള്ളത് വേറെ ആർക്കാണ്? വേഗം പറഞ്ഞേ ഒന്ന് ഓർത്തിട്ട്. കറക്റ്റ് ആണ്. ആർക്കാണ്? നമ്മുടെ ക്രോമിയം ഓക്സൈഡിനാണ് കൊറോഷൻ ഇൻഹിബിഷൻ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് പിഗ്മെന്റുകൾ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എന്താ പഠിക്കാനുള്ളത്? പെയിന്റ് ആൻഡ് ഡിസ്റ്റംപേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ എന്താ പെയിന്റ്? പെയിന്റ് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പോ ഡിസ്റ്റംപേഴ്സ് എന്താണ്? അതാണ് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു വാക്ക്. അപ്പൊ പെയിന്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ്. ആണെങ്കിൽ എന്താണ് പെയിന്റ്? നമ്മുടെ വീട്ടില് സിമെന്റ് വെച്ച് തേച്ചതിന് ശേഷം നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് വോൾ സർഫസ് സ്മൂത്ത് ആക്കിയതിന് ശേഷം ഒരു പോളിഷ് ചെയ്യുന്ന ആ ഒരു ഇതാണ് പെയിന്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? ഒരു മാറ്റ് ടെക്സ്ചർ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഒരു റിച്ച് സ്ട്രക്ചർ, റിച്ച് ലുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെയിന്റ്. ഡ്യൂറബിലിറ്റി കൂടുതലാണ്, ഫ്രഷ്ലി പെയിന്റഡ് അപ്പിയറൻസ് ആണ് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ പുട്ടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ പെയിന്റ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും.
പിന്നെ സ്റ്റെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്നുണ്ട്, വല്ല സ്റ്റെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈസിലി വാട്ടർ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് കളയാനായിട്ട് പറ്റും. അപ്പോഴും അവിടുത്തെ ആ ഒരു പോളിഷ്നെസ്സോ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ്സോ ഒന്നും പോയി റഫ്നെസ് ആവുന്നില്ല. ആ ഒരു സ്മൂത്ത് ടെക്സ്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പെയിന്റ് ഒക്കെ. പിന്നെ ഫംഗസും മൗൾഡൊന്നും ഈ പെയിന്റിൽ വന്നിരിക്കുന്നില്ല. അതാണ് പെയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡിസ്റ്റംപേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ പെയിന്റിങ്ങിന്റെ തന്നെ വേറൊരു രൂപമാണ്. നമുക്ക് പറഞ്ഞില്ലേ ഇപ്പൊ പുട്ടിയൊക്കെ ഇട്ടതിന് ശേഷമാണ് നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പുട്ടിയൊന്നും ഇടാതെ തന്നെ നമുക്ക് സിമെന്റ് ഇട്ട അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിസ്റ്റംപേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഡിസ്റ്റംബർ യൂസ് ചെയ്ത് നമ്മുടെ ഹൗസിനെയൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കുകയാണ് ഉള്ളത്. അതാണ് ഈ ഡിസ്റ്റംബേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെന്റഡ് ഹൗസിലൊക്കെ ഡിസ്റ്റംബേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നുണ്ടാവുക. കാരണം അവർക്ക് അത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആണ് ആ ഒരു ഡിസ്റ്റംബർ യൂസ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ പെയിന്റ് അടിച്ചാൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി ഒന്നും ഡിസ്റ്റംബർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്ന് ഇല്ല. റെഗുലർ ബേസിസിലൊക്കെ നമ്മൾ യൂസ് ആക്കുന്നതാണ് ഈ ചോക്ക്, ലൈം വാട്ടർ. ഇഫ് നെസസറി സർട്ടൻ കളറിംഗ് ഇൻഗ്രീഡിയൻസ് ആർ മെയിൻ കമ്പോണന്റ് ഓഫ് ഡിസ്റ്റംബർ. കുമ്മായൊക്കെ ഇല്ലേ, അതിന്റെ കൂടെ നമുക്ക് കളറിംഗ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അത് ഡിസ്റ്റംബർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. ഒരു വാട്ടർ ബേസ്ഡ് പെയിന്റിനെയാണ് നമ്മൾ ഡിസ്റ്റംബർ എന്ന് പറയുന്നത്. നമ്മൾ പെയിന്റ് എന്താണ്, വാട്ടർ ബേസ്ഡ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണോ നമ്മൾ പെയിന്റ് അടിക്കാറ് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയുള്ള പെയിന്റും ഉണ്ട്, അല്ലാത്ത രീതിയിലുള്ള പെയിന്റും ഉണ്ടോ, എന്താണ് അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഡിസ്റ്റംബറും പെയിന്റും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ്. ഡിസ്റ്റംബർ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. പക്ഷെ പെയിന്റ് അങ്ങനെയാണോ? അല്ല. പെയിന്റ് അടിക്കുന്നത് ചിലവർക്ക് ഭയങ്കര അലർജിക് ആണ്. അതിന്റെ ആ ഒരു സ്മെല്ല് തീരെ പറ്റില്ല. അപ്പൊ നമ്മൾ അത് അടിക്കുന്ന സമയത്ത് തന്നെ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഡിസ്റ്റംബർ അടിക്കുന്നതുകൊണ്ട് അവിടെ ഒരു പൊല്യൂഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. അത് ഭയങ്കര എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഇനി ഡിസ്റ്റംബർ എന്ന് പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു സിമെന്റ് സർഫസിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കാം. പക്ഷെ പെയിന്റ് അങ്ങനെ പറ്റുമോ? ഇല്ല. നമ്മൾ ആദ്യം തന്നെ ആ ഒരു സിമെന്റ് സർഫസിനെ ഒരു കവർ ചെയ്യണം. പ്രൈമറോ പുട്ടിയോ ഒക്കെ ഇട്ടിട്ട് വേണം നമുക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഡിസ്റ്റംബർ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. പക്ഷെ പെയിന്റ് ഉണങ്ങുമോ? ഇല്ല. 2 ദിവസം കഴിഞ്ഞാലും നമ്മൾ അതിൽ പോയിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു പാട് വരും, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കയ്യില് ആ ഒരു മാർക്ക് വരും. നമുക്ക് ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ ഡിസ്റ്റംബർ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് പോകും. ഇത്രയൊക്കെ ഡിസ്റ്റംബറിന് ഉപകാരം ഉണ്ടെങ്കിൽ, അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ കൂടെ അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? മോയ്സ്ചർ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പീൽ ചെയ്ത് പോരും. പക്ഷെ പെയിന്റിന് ഇത്രയൊക്കെ ദോഷം ഉണ്ടെങ്കിലും മോയ്സ്ചർ തട്ടിക്കഴിഞ്ഞാൽ പെയിന്റ് പീൽ ചെയ്ത് പോരുമോ? ഇല്ല. പെയിന്റ് പീൽ ഓഫ് ചെയ്യില്ല. റസ്റ്റിക് അപ്പിയറൻസ് ആയിരിക്കും. അതായത് സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. നമുക്ക് തൊടുമ്പോൾ തന്നെ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സിൽക്കി ഫിനിഷ് ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവുക. ഡാം എൻവയോൺമെന്റ്സിൽ എപ്പോഴും ഈ വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലങ്ങളില്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റില്ല. മെയിൻലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മുടെ ലബോറട്ടറീസിലൊക്കെ ടേബിൾ ഉണ്ടാവുമല്ലോ, ആ ടേബിൾസിലൊന്നും ഈ ഡിസ്റ്റംബേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ എപ്പോഴും വാഷ് ചെയ്യുന്ന ഏരിയാസ് ആണ്. അപ്പൊ അവിടെ എപ്പോഴും നനവ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഡിസ്റ്റംബേഴ്സ് യൂസ് ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പെയിന്റ് തന്നെ യൂസ് ചെയ്യണം. പെയിന്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ഡാമേജും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പെയിന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അല്ലേ? പുട്ടി അടിച്ചതിന് ശേഷം വേണം പെയിന്റ് അടിക്കാൻ. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ പെയിന്റിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് വരുന്നുണ്ട്. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ഏതാണ്? വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പോകുന്ന സാധനം ലോങ് ലാസ്റ്റിംഗ് ആണോ? അല്ല. നമ്മള് കോസ്റ്റ് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അത്ര അഡ്വാൻറ്റേജ് അതിന് ഉണ്ടാവുള്ളൂ. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതിന് വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഡ്യൂറബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ പെയിന്റിന്റെ കേസിൽ അങ്ങനെയല്ല. എക്സ്പെൻസീവ് ആണെങ്കിൽ കൂടെ അതിന്റെ ഡ്യൂറബിലിറ്റി ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലീൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ക്ലീൻ ചെയ്യണമെങ്കിൽ വെള്ളം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സോൾവെന്റ് യൂസ് ആക്കണം ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ. അപ്പൊ അങ്ങനെ മോയ്സ്ചർ തട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് പീൽ ചെയ്ത് വരും. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പെയിന്റ് അങ്ങനെയല്ല, നമുക്കതിനെ വൈപ്പ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിനായിട്ട് പെയിന്റും ഡിസ്റ്റംബറും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ല. ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സിൽ ഏതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് വരുന്നത്, ഏതാണ് ഇപ്പൊ ഡിസംബർ എന്ന് പറയുന്നത് എന്താണ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസംബറിന് മാച്ച് ചെയ്ത് പോകുന്ന കാര്യം. പിന്നെ ഇത് ചോദിക്കാം, ട്രൂ ഓർ ഫാൾസ് ആയിട്ട് ചോദിക്കാം. ഈ തന്നിരിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ ഡിസംബറിന് ശരിയാണോ തെറ്റാണോ. 2 ക്വാളിറ്റീസ് തന്നിട്ട് എയും ബിയും, എ ശരി ബി തെറ്റ്, അങ്ങനെയുള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് ഡിസംബറിന്റെ കേസിൽ മാത്രമല്ല പെയിന്റിന്റെ കേസിലും ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ബാക്കി പിഗ്മെന്റ്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഠിക്കുക. അതിന്റെ കോമ്പോസിഷൻസ് പഠിക്കണം, ഓരോന്നിന്റെയും പ്രോപ്പർട്ടീസ് എടുത്തെടുത്ത് പഠിക്കണം, ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കണം. ആ ഒരു 13-14 പിഗ്മെന്റ്സ് ഉണ്ട്, അതത്രയും നല്ല തറവായിട്ട് പഠിച്ചിരിക്കണം. അതിന് ഒരു കോംപ്രമൈസും ഇല്ല. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.